നമസ്കാരം. എമ്പുരാൻ സിനിമ പുതിയ പതിപ്പിൽ നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ ഒഴിവാകുന്നത് 24 ഭാഗങ്ങൾ. നേരത്തെ സിനിമയിലെ 17 സീനുകൾ മാത്രമാണ് ഒഴിവാക്കുക എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ റീസെൻസറിങ്ങിന് ശേഷം 24 ഭാഗങ്ങൾ ഒഴിവാക്കി എന്നാണ് വിവരം. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബാബ ബജ്രംഗി ആയിരുന്നത് ബൽദേവ് എന്നാക്കിയും മാറ്റിയിട്ടുണ്ട്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കിയും NIA പേര് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തുമാണ് പുതിയ പതിപ്പ് തിയേറ്ററിൽ എത്തുക. പ്രധാന വില്ലന്മാർ തമ്മിലുള്ള സംഭാഷണവും വെട്ടിമാറ്റിയിട്ടുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് ടൈറ്റിൽ കാർഡിൽ രേഖപ്പെടുത്തിയിരുന്ന നന്ദിയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എമ്പുരാൻ വിവാദത്തിൽ ആദ്യം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി വിവാദം ബിസിനസ് തന്ത്രമാണ് എന്ന് ആരോപിച്ചിരുന്നു. ആളുകളെ പിരികയറ്റി പണമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത് എന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമയാണ് എന്നും വെട്ടിമുറിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മുറിക്കാമെന്ന് അവർ തന്നെയാണ് പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇത് കഷ്ടമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തി ചിത്രത്തിനെതിരെ BJP കേന്ദ്രങ്ങളിൽ നിന്ന് സൈബർ ആക്രമണം നടത്തുന്നതിനിടെയാണ് സുരേഷ് ഗോപിയുടെ വേറിട്ട പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരുന്നു. തെറ്റുകൾ തിരുത്തുക എന്നത് തങ്ങളുടെ ചുമതലയാണെന്നും ആരുടെയും ഭീഷണി കാരണമല്ല റീ എഡിറ്റ് ചെയ്യുന്നത് എന്നുമായിരുന്നു ആന്റണി പറഞ്ഞത്. മോഹൻലാലിന് എമ്പുരാന്റെ മുഴുവൻ കഥയും അറിയാമെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും ആന്റണി പറഞ്ഞിരുന്നു. റീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണ്. മുരളി ഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ല എങ്കിലും തങ്ങളുടെ നിലപാടിനൊപ്പമാണ്. അങ്ങനെ ഒരാളുടെ വിയോജിപ്പോടെ ഇത് സംഭവിക്കില്ലല്ലോ, വിവാദങ്ങൾ അവസാനിച്ചു, എമ്പുരാന് തീർച്ചയായും 3ാം ഭാഗം ഉണ്ടായിരിക്കും എന്നിങ്ങനെയായിരുന്നു ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിവാദങ്ങൾക്കിടയിലും മലയാളത്തിൽ അതിവേഗം 100 കോടി, 180 കോടി, 200 കോടി എന്നീ ക്ലബ്ബുകളിലെത്തിയ സിനിമ എന്ന നേട്ടത്തോടെയാണ് എമ്പുരാൻ ബോക്സ് ഓഫീസിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ 2ാം തവണയാണ് ഒരു സിനിമ 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മഞ്ഞുമേൽ ബോയ്സ് ആണ് മലയാളത്തിൽ ആദ്യമായി 200 കോടി കളക്ഷൻ നേടിയ സിനിമ. മഞ്ഞുമേൽ ബോയ്സിന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നേട്ടം 242 കോടിയാണ്. അധികം വൈകാതെ തന്നെ ഈ നേട്ടവും എമ്പുരാൻ സ്വന്തം പേരിലാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.